ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, നമ്മളിന്ന് ഒരു ചെറിയൊരു ഓഫ് റോഡും പിന്നെ ഒരു വ്യൂ പോയിൻ്റൊക്കെ കയറാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെയാണ്. അപ്പോൾ മച്ചന്മാർ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ആളും കൂടെ ഉണ്ട്. അതാരാന്ന് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ മച്ചന്മാരെ, അപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ആൾ ഇതാണ്. നമ്മുടെ ആൽബിൻ വ്ളോഗ്സാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. പുള്ളിയുടെ വണ്ടിയൊക്കെയാണ് ഇതേ കിടക്കുന്നത്. ആളുടെ തന്നെ റിലേറ്റീവ്സും എല്ലാ മച്ചന്മാരും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ ഈ 3 വണ്ടികളുമായിട്ടാണ് ഓഫ് റോഡ് കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ? ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ആൽബി ചേട്ടൻ 2 വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആൽബിൻ ചേട്ടൻ്റെ വണ്ടിയാണ് ഇത്. പിന്നെ ഒന്ന് ബാക്കിൽ വരുന്ന ബ്ലാക്ക് വണ്ടി ആൽബിൻ ചേട്ടൻ്റെ എൻ്റെ റിലേറ്റീവ് കൊച്ചുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലാറ് തിരിഞ്ഞ് മാങ്കുളമൊക്കെ പോകുന്ന ഒരു റൂട്ടിലേക്ക് കയറി. അവിടെ നിന്നാണ് നമുക്ക് വീണ്ടും തിരിഞ്ഞ് ഈ ഓഫ് റോഡൊക്കെ പോകുന്ന വഴിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് ഇറങ്ങി പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികളും ഓരോന്നായിട്ട് താഴത്തേക്ക് ഇറക്കുവാണ്. ഇവിടുന്ന് വലിയ വിഷയമുള്ള റോഡുകളൊന്നുമല്ല. കുറച്ചിടെ മണ്ണ് റോഡും കുറച്ച് കോൺക്രീറ്റ് വഴിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഓഫ് റോഡ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇതാട്ടോ ആൽബിൻ ചേട്ടൻ്റെ വണ്ടി. ആൽബിൻ ചേട്ടൻ്റെ വണ്ടി അടിപൊളി വണ്ടിയാണ്. പുള്ളി അതുപോലെ ആട്ടോ പണിതിട്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് കൊച്ചുമോൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വണ്ടി. ഇതും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എൻ്റെ ടയറൊക്കെ അടിപൊളി ടയറുകളൊക്കെയാണ് ഇട്ടേക്കുന്നത്. എല്ലാം ഓഫ് റോഡിനെ പറ്റുന്ന സെറ്റപ്പിലാട്ടോ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടി മാത്രമേ ഇച്ചിരി ടയറൊക്കെ മോശമായിട്ട് കിടക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ വണ്ടി ഇന്ന് ഇതാട്ടോ. ഇത് 93 മോഡലാണ് നമ്മുടെ വണ്ടി. ഇനി കുറേ ദൂരം വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്ത റോഡുകളാണ്. മണ്ണ് റോഡാണേ ഉള്ളൂ. എന്നാലും നമുക്ക് അങ്ങനെ റിസ്കുകളൊന്നുമില്ല. അത്യാവശ്യം വണ്ടി കയറിയൊക്കെ പോരുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ മഞ്ഞൊക്കെ മൂടി കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊന്നും വിഷയമില്ല. പിന്നെ കുറേ കൂടെ പോയി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഓഫ് റോഡ് വരുന്നുണ്ട്. അവിടെയൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് എങ്ങനെയാവുമെന്ന് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ആൽവിൻ ചേട്ടൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്കിഡായിട്ടുണ്ട്. വിഷയമുള്ള കേസൊന്നുമല്ല. മഴ ആയതുകൊണ്ട് തന്നെ റോഡ് നന്നായിട്ട് ചെള്ള കയറി കിടക്കുവാണ്. പിന്നെ പുല്ലും എല്ലാം കൂടെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വഴിക്കൊന്നും വണ്ടി പോയെന്നിരിക്കുകയല്ലോ കേട്ടോ. മച്ചന്മാരെ, അപ്പം നമ്മൾ ഏകദേശം പകുതി ദൂരത്തോളം ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇച്ചിരി ടാസ്ക്കുള്ള റോഡെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊന്നും നമുക്ക് വിഷയമില്ല. പിന്നെ മഴ തോരുന്നേ ഇല്ല കേട്ടോ. മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാവും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കണ്ടം പോലെയൊക്കെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ മച്ചാമാരെ നമ്മുടെ കയ്യിലുള്ള വണ്ടി 93 മോഡലാണ്. അപ്പോൾ നമ്മുടെ സുജിത്തിൻ്റെ വണ്ടി കേട്ടോ. അത് സുജിത്ത് വിൽക്കാനൊക്കെ ആയിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. പുള്ളിക്കിപ്പം ഓട്ടോ കുറവാണ്, അതുകൊണ്ട് നമ്മളെ വണ്ടി വിൽക്കാമെന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൽബിൻ ബ്രോസും മച്ചാന്മാരും വണ്ടിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എത്തും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വണ്ടി ഇട്ടിരിക്കുകയാണ്. മച്ചാമാരെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൗണ്ടൊക്കെ അടിപൊളി സൗണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ KMT 90 MDA ഗിയർ ബോക്സാണ് ഇതിന് കയറ്റിയിരിക്കുന്നത്. നമ്മുടെ ആൽബിൻ ചേട്ടൻ്റെ വണ്ടി 94 മോഡലാണ്. പക്ഷേ അടിപൊളിയായിട്ട് പുള്ളി പണിതിട്ടിരിക്കുക കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം 3 ലക്ഷത്തോളം എക്സ്ട്രാ പുള്ളി പണിതിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ പെർഫോമൻസ് വണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. മച്ചന്മാരെ, അപ്പം നമുക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത റോഡുകളെല്ലാം കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് മെയിൻ ടാസ്ക് എന്ന് പറയാനുള്ളത്. ഇനി കുറച്ച് കണ്ടവും പിന്നെ അതുപോലെ കാടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് കയറി പോകണം. വഴി ഉണ്ടാക്കി വേണം നമുക്ക് കയറി പോകാൻ. അപ്പോൾ നമുക്ക് നോക്കാം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടെ ടാസ്ക്കാണ്. ഇത് കണ്ടോ, ഈ വഴി കിടക്കുന്നത് കണ്ടോ, കുറച്ചുകൂടെ കണ്ടം പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നതല്ലേ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ഒരു റോഡെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, വണ്ടി കയറുമോ ഇല്ല എന്നുള്ളതൊന്ന് നടന്നു പോയി നോക്കിയിട്ട് വരാം. ഞാൻ ഇന്നലെ കാര്യം പറഞ്ഞാൽ ഒന്ന് വെറുതെ ബൈക്കും കൊണ്ട് കുറച്ചുകൂടെ വന്നിട്ട് നടന്നു വന്നായിരുന്നു. എന്തായാലും നമുക്ക് ഈ ആൽബിൻ ചേട്ടനെയൊക്കെ ഒന്ന് കൊണ്ടേ കാണിക്കാം. എന്നാ വാ. കണ്ടോ മച്ചന്മാരെ, ഇതിലാണ് നമുക്കിനി ഇറങ്ങി പോകാനുള്ളത്. ഇവിടെ മൊത്തം കണ്ടം പോലെയുള്ള സ്ഥലമാണ് കേട്ടോ.
ഇപ്പോൾ വണ്ടിയൊന്നും ഇവിടെ ഒരു 3 കൊല്ലത്തോളമായിട്ട് വണ്ടിയൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലെയാണ് ഇനി ഇറങ്ങിപ്പോകാനുള്ളത്. നമ്മുടെ മേത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബ്ലഡ് കുടിക്കാൻ വന്നാന്ന് തോന്നുന്നു. തോട്ടാപ്പുഴ കേട്ടോ. മച്ചന്മാരെ നമുക്ക് വരുന്ന വഴിക്ക് കുറേ ഈറ്റയൊക്കെ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ട് വേണം നമുക്ക് കയറിപ്പോകാൻ. അപ്പം ആൽബിൻ ചേട്ടൻ ഇവിടെ ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടിക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയേക്കാം. മച്ചാമാരെ, അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിടുവാണ്. അപ്പം ഞാൻ ആൽബിൻ ചേട്ടനോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ വണ്ടിക്ക് ടയറൊക്കെ തീരെ മോശമാണ്, ഓഫ് റോഡ് ടയറൊന്നും അല്ല, അപ്പോൾ നമ്മുടെ വണ്ടി താന്നു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആൽബിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാട്ടോ നമുക്ക്. ആൽബിൻ ചേട്ടൻ പറയാൻ, നമ്മൾ ഇത്രയും പേരില്ലടാ, നമ്മുടെ ബാക്കി 2 വണ്ടികളും ഉണ്ടല്ലോ, അപ്പം നീ എന്താണെങ്കിലും വണ്ടി ഇറക്കിക്കോ, ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്നുള്ളതാണ് ആൽബിൻ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആൽബിൻ ചേട്ടൻ്റെ കുട്ടിക്കൊമ്പനെ അങ്ങ് ഇറക്കി കേട്ടോ. ഒരു രക്ഷയില്ല, അവൻ മന്ദം അങ്ങ് നടന്നു പോവുക. അപ്പോൾ ഇവൻ്റെ ചാല് പിടിച്ച് വേണം നമുക്കിനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൽവിൻ ചേട്ടൻ്റെ വണ്ടി ഒരു സൈഡിലേക്ക് എത്തി. പിന്നെ ഇപ്പം നമ്മുടെ കൊച്ചുമോൻ ചേട്ടൻ്റെ വണ്ടിയാണ് അടുത്ത് ഇറക്കുന്നത്. കൊച്ചുമോൻ ചേട്ടൻ്റെ വണ്ടിയും നല്ല അടിപൊളിയായിട്ട് പണിതിട്ടേക്കും കേട്ടോ. കണ്ടോ, കിഡിലിന് ഓഫ് റോഡ് ടയറൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, MT ടയറാട്ടോ. അപ്പോൾ ആൽവിൻ ചേട്ടൻ പറഞ്ഞ ബലത്തിൽ നമ്മളും ഇനി അടുത്തത് വണ്ടി ഇറക്കിക്കൊണ്ട് വരുവാണ്. അപ്പം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ കടന്ന് പോരുന്നുണ്ട് കേട്ടോ. അവർ പോയേക്കുന്ന ചാല് പിടിച്ചാൽ നമ്മൾ പോരുന്നത്. പിന്നെ നമ്മുടെ 3 കാളക്കൂറ്റന്മാരും ഇറങ്ങിയേക്കുന്നതുകൊണ്ട് കണ്ടം പൂട്ടിയ അവസ്ഥയായി കേട്ടോ ഇപ്പം. നമ്മുടെ ടയറിൻ്റെ പകുതിയോളം ഇങ്ങനെ ചെളി കയറി കിടക്കും കേട്ടോ. അതിലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി കയറുന്നില്ല കേട്ടോ. വണ്ടി കിടന്ന് കറങ്ങുക. ആ കറങ്ങുന്ന ഭാഗം കുഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചാന്മാരെ, ഒരു രക്ഷയില്ല കേട്ടോ, കയറി പോകുന്നേ ഇല്ല, വണ്ടി കിടന്ന് കറങ്ങുവാണ്. കാര്യം പറഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമില്ലായിരുന്നു. നമ്മുടെ വണ്ടി താന്ന് കണ്ടപ്പോഴത്തേക്കും ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹരമായി കേട്ടോ. അവന്മാരെല്ലാം ഓടി വരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാ അവന്മാരുടെയും കയ്യിൽ ഫോണുണ്ട് കേട്ടോ. അവന്മാരെല്ലാം വീഡിയോ പിടിത്തമാണ്. നമ്മൾ മാക്സിമം പിടിപ്പിച്ച് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പം ഒന്നെങ്കിൽ നമുക്ക് കെട്ടി വലിക്കണം, അല്ലെങ്കിൽ തള്ളിയൊക്കെ ഒന്ന് നോക്കേണ്ടി വരും.
അടുത്ത നമ്മളെ സുജിത്ത് മച്ചാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. നമ്മളെ ടയറ് കട്ട കുറവായ കാരണം അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ചെളി കയറിയിരിക്കുക കേട്ടോ. അതിനൊരു മുട്ട പരുവായിട്ടുണ്ട്, പിടുത്തമൊന്നുമില്ല ടയറുകൾക്ക്. അടുത്ത നമ്മുടെ ആൽബിൻ ചേട്ടൻ വന്നു. ആൽബിൻ ചേട്ടനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നോക്കുവാണ് കേട്ടോ. ആൽബിൻ ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല, ഇങ്ങനെ ഊട് പോലെ വന്ന് നിൽക്കുക കേട്ടോ. ഫ്രണ്ടിൽ ഒരു തിട്ട പോലെ ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കറങ്ങും തോറും ഇത് കുഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും മാറ്റി മാറ്റി എടുത്ത് നോക്കി, പക്ഷേ വണ്ടി കയറി പോരുന്നില്ല. ഞാനും പിന്നെ കൊച്ചുമോൻ ചേട്ടനും കൂടി വണ്ടിയുടെ ബമ്പറിലൊക്കെ കയറി നോക്കി ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ വണ്ടി കിടന്ന് കറങ്ങുന്നുള്ളൂ കേട്ടോ. വണ്ടി ഒരടി അവിടുന്ന് കയറി പോരുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ വണ്ടിയിലേക്ക് കയറി വണ്ടിക്ക് ഇച്ചിരി ലോഡ് കൊടുത്ത് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ടയറിന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി നമുക്ക് വീൽ പാടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ട്രൈ ചെയ്യാമെന്നാണ് നമ്മുടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നാട്ടുകാരും പിന്നെ ആൽബിൻ ചേട്ടൻ്റെ ചേട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വീൽപ്പാടിൽ കിടന്ന ചെളിയും പിന്നെ കുറേ ചപ്പുമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. വണ്ടി കയറി വന്നപ്പോഴത്തേക്കും വീണ്ടും അവിടെ അതുപോലെ തന്നെ കുഴിഞ്ഞു പോയേക്കുവാണ്. മച്ചാന്മാരെ നമ്മുടെ വണ്ടി പെട്ടുപോയി കേട്ടോ. ഇപ്പം എന്നാ ചെയ്യുമെന്ന് ഓർത്തിരിക്കുവാണ്. ഇതാകട്ടോ അവസ്ഥ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞാൽ കുറച്ച് ഈറ്റയൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ചെള്ളയൊക്കെ ഒന്ന് വാരിക്കളഞ്ഞ് ഈറ്റ ഇടാന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര് ഹൈ റേഞ്ച് മച്ചാൻ എന്നാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെയാണ് ജീപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമലെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തായിരുന്നു. അത്യാവശ്യം നമുക്ക് നല്ലൊരു ഓഫ് റോഡ് വേണം. ഞാൻ പറഞ്ഞത് ഒറ്റയടിക്ക് വണ്ടി കയറി പോകരുത്, കറങ്ങി നിൽക്കുന്ന സെറ്റപ്പ് ഒക്കെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് കിട്ടിയിട്ട് പിന്നെ നമ്മളിത് പ്രതീക്ഷിച്ച് തന്നെയാണ് കേട്ടോ വണ്ടി ഇവിടെ ഇറക്കിയത്. കാരണം ഇറങ്ങാൻ ഇത് വണ്ടി ഇവിടെ എന്താ പറയുക ഊടായി നിൽക്കാനുള്ള എല്ലാ രീതിയിലുള്ള ചാൻസും ഉണ്ട്. പറഞ്ഞു പാടാണ്. മച്ചാന്മാരെ, അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കറങ്ങി കിടക്കുവാണ്. അപ്പോൾ ആൽബിൻ ചേട്ടനും എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഉണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചും ഇല്ലിയല്ലോ ഈറ്റൊക്കെ വെട്ടാനുണ്ടല്ലേ, എന്നാലേ പിന്നെ ബാക്കിയുള്ള വഴികൾ കയറി പോവുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് അല്ലേ, അതാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ബിനു, പിന്നെ ബിനു ചേട്ടൻ, പിന്നെ രാജേഷ്, പിന്നെ നമ്മുടെ 2 പയ്യന്മാരുണ്ടായിരുന്നു. അതിനെന്തിടാ അതെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോൾ പരിചയപ്പെട്ട കേട്ടോ അവന്മാരെയൊക്കെ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എങ്ങനെയും വണ്ടി കയറ്റിക്കൊണ്ട് പോകണം. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. നമ്മളൊന്നും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് ഓർത്ത് ട്രൈ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മറ്റേ വണ്ടി ഏതെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് കെട്ടി വലിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ വീൽപാഡിൽ കുറേ ഈറ്റയെല്ലാം വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കിടന്ന് കറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടൊന്ന് നോക്കാമെന്നും കൊണ്ട് ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ആ ഈറ്റയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ആണെങ്കിൽ ഹൗസിങ്ങും പ്ലേറ്റും എല്ലാം കൂടെ മണ്ണിലേക്ക് ഇരിക്കുവാണ് കേട്ടോ വണ്ടി ഓടുമ്പോഴത്തേക്കും. ഇവിടെ അതുപോലെ കുഴിയായിട്ടുണ്ട്. അപ്പോൾ ഹൗസിങ് ഇടിക്കുന്ന ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കാമെന്നും പറഞ്ഞ് ആൽബിൻ ചേട്ടൻ ഇതേ എല്ലാം റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ എന്നാ കുറച്ച് വണ്ടി താന്ന് പോയ സ്ഥലത്തു നിന്നൊക്കെ കയറി പോന്നു. ഒരു വിധത്തിൽ നമ്മുടെ നാട്ടുകാരെല്ലാം നമ്മളെ സഹായിച്ചു. അപ്പോൾ ചേട്ടനും ഭയങ്കര ഇവിടെ വണ്ടിപ്രാന്തം തന്നെയാണ്. ചേട്ടനൊരു DI വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു നീല വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 4 വീലർ. പുള്ളി ഇവിടെ കിടന്ന വണ്ടിപ്പണി പഠിച്ചതൊക്കെ ഇവിടെയൊക്കെ കിടന്നാണ്. ഇവിടുത്തെ ഓഫ് റോഡെല്ലാം പുള്ളിക്ക് മനപ്പാടമാണ്. ചേട്ടൻ്റെ പേരെന്നായിരുന്നു പറഞ്ഞു ഷൈജു. അതെ. പിന്നെ നമ്മളെ രാജേഷ് കൊച്ച്, പിന്നെ കൊച്ചിൻ്റെ പേരിന് ഷൈജോ, രമേശ്, പിന്നെ ബിനു ചേട്ടനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ലോ, ബിനു ചേട്ടൻ. അപ്പോൾ ഇവരെല്ലാം നല്ല കട്ട സപ്പോർട്ടാട്ടോ നമുക്ക്. അതെ, എല്ലാവരും വണ്ടിപ്രാന്തന്മാരാ, എല്ലാം ജീപ്പിൻ്റെ ഫാൻസ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് കയറി പോകണം. ഇവിടുന്ന് കയറി പോകണമെങ്കിൽ ഇവരെല്ലാം സഹായിച്ചെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയുടെ ഈറ്റയൊക്കെ ഉണ്ട്, അതെല്ലാം വെട്ടണം. അപ്പോൾ നമുക്ക് വെട്ടാൻ പോയേക്കാം. മച്ചാന്മാരെ ഇവിടെ എല്ലാം കട്ടുറുമ്പിൻ്റെയും പിന്നെ തോട്ടാപ്പുഴുവിൻ്റെ ഒക്കെ ശല്യമാണ് കേട്ടോ. പക്ഷേ നമ്മൾ അതിനെ ഒന്നും വകവെക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ ഈറ്റയൊക്കെ വെട്ടി റോഡ് ക്ലിയർ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ആൽബിൻ ചേട്ടൻ്റെ വണ്ടി ആദ്യം എടുത്തുകൊണ്ട് പോന്നു. അവൻ വന്നെ വരവ് കണ്ടോ. ഈറ്റക്കാട്ടിൽ ആന ഇറങ്ങുന്ന സെറ്റപ്പിലാട്ടോ നമ്മുടെ വണ്ടി വരുന്നത്. തിട്ടുണ്ട്, അതാ പറഞ്ഞ. അപ്പോൾ
അപ്പോൾ ആൽവിൻചാൻ്റെ വണ്ടി നമ്മൾ ആ ഈറ്റത്തൂറിൽ നിന്നൊക്കെ ചാടിച്ച് പിന്നെയും കുറച്ചുകൂടെ കണ്ടം പോലെയൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് എത്തിച്ചു. പക്ഷേ നമ്മുടെ കൊച്ചുമഞ്ചേട്ടൻ്റെ ബ്ലാക്ക് വണ്ടി ഇറക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ട് പണി കിട്ടി കേട്ടോ മച്ചാന്മാരെ. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഹൗസിങ്ങും ഗിയർ ബോക്സും ഒക്കെ ഈ ഒരു ചെറിയ തിട്ടയിലേക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് വീലും ബാക്ക് വീലും ഒന്നും പിടുത്തമില്ലാതിരിക്കുക. അപ്പോൾ നമുക്കിനി ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൽവിൻചാൻ്റെ വണ്ടി ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കയറിട്ട് വലിക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പം നമ്മൾ കയറൊക്കെ കെട്ടി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മച്ചാന്മാരെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എളുപ്പമൊന്നുമല്ല ഇത്. കാരണം നമ്മുടെ ഈ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ആൽവിൻചാൻ്റെ വണ്ടി ഇവിടെ കിടന്ന് കറങ്ങുവാണ്. ഇനി നമുക്കുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലേക്ക് കയറ് കെട്ടിയിട്ട് കുറച്ച് ബാക്ക് എടുക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടിയിലേക്ക് കയറൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മച്ചാന്മാരെ നമ്മുടെ വണ്ടി പെട്ടുപോയിട്ട് ആർക്കും ഒരു സങ്കടമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. പിന്നില്ല അത് തന്നെ സത്യം. ഞാൻ ഓർക്കായിരുന്നു എൻ്റെ വണ്ടി പെട്ടിരുന്നെങ്കിൽ സെറ്റപ്പായിരുന്നു. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ബാക്കിലേക്ക് വലിച്ചിട്ടും വണ്ടി ചെറിയൊരു അനക്കം ഉണ്ടെന്നല്ലാതെ മാറ്റമൊന്നും വരുന്നില്ല. കാരണം ഈ ബ്ലാക്ക് വണ്ടിക്ക് ടയറുകൾക്ക് പിടുത്തമൊന്നും കിട്ടുന്നില്ല. മച്ചാന്മാരെ നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് മാക്സിമം നോക്കുകയാണ്. പക്ഷേ വണ്ടി കയറി പോരുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഇടിച്ച് നിൽക്കുവാണ്. ഗിയർ ബോക്സും ഹൗസിങ്ങും എല്ലാം ഇടിച്ച് മണ്ണിലേക്ക് നിൽക്കുവാണ്. മച്ചാന്മാരെ ഇത് കണ്ടോ, നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നാട്ടുകാരും പിന്നെ ആൽവിൻ ചേട്ടനും എല്ലാവരും കൂടെ കൂടി നമ്മൾ വണ്ടി പൊക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് കല്ലിട്ട് വെക്കുക കേട്ടോ. മച്ചാന്മാരെ ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ നമുക്കാണ്. കാരണം അടുത്ത കൂടെ നമ്മുടെ വണ്ടിയുടെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത്രയും സെറ്റപ്പൊന്നും അല്ല. അപ്പോൾ എന്താവും അറിയത്തില്ല. മച്ചാന്മാരെ അപ്പം നമ്മൾ കല്ലൊക്കെ ഇട്ട് പൊക്കിയിട്ട് പിന്നെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചിട ബാക്കിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഫ്രണ്ടിലേക്കാണ് ഇനി എടുക്കേണ്ടത് വണ്ടി. ഇനി ഒരു ഇഞ്ച് പോലും ബാക്കിലേക്ക് പോകില്ല കേട്ടോ. കാരണം ബാക്കിലൊരു പാറ നിൽപ്പുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഇടിച്ചാട്ടോ നമ്മുടെ വണ്ടി ഈ ബ്ലാക്ക് വണ്ടി നിൽക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടിയിൽ നിന്ന് കയറൊക്കെ ഊരിയെടുത്തു. എന്നിട്ട് നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് എങ്ങനെയും പോകാനുള്ള പരിപാടി നോക്കുവാണ്. മച്ചാന്മാരെ ബാക്ക് സൈഡ് പൊക്കിയിട്ട് വീലിൻ്റെ അടിയിൽ നമ്മൾ കല്ല് വെക്കുക കേട്ടോ. ഡ്രൈവിംഗ് സൈഡിൽ ആ സൈഡൊക്കെ കുഴിഞ്ഞ് കിടക്കുവാണ്, അവിടെ നമ്മൾ കല്ല് വെച്ചു. ഇപ്പം മച്ചാന്മാരെ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്ന കാരണം അടുത്ത പാർട്ടിലാണ് ബാക്കി വീഡിയോ. അപ്പോൾ എല്ലാവരും അടുത്ത പാർട്ടും കൂടെ കാണണം കേട്ടോ.